എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. നിലമ്പൂർ നഗരസഭയിൽ ചക്കാലക്കുത്ത് വാർഡിൽ കുടുംബശ്രീ ADS തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥ പക്ഷപാതപരമായി പ്രവർത്തിച്ചെന്ന് പരാതി. ഒരു വിഭാഗം അംഗങ്ങളെ വോട്ടെടുപ്പ് ഹാളിൽ നിന്ന് പുറത്താക്കിയെന്നാണ് പരാതി. പ്രവേശിക്കാതിരിക്കാൻ വാതിലടച്ച് കുറ്റിയിട്ടു. പ്രതിഷേധിച്ച അംഗങ്ങൾ പുറത്തുനിന്നും വാതിലിന് കുറ്റിയിട്ടതോടെ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ ഹാളിൽ കുടുങ്ങി. ചേലശ്ശേരിക്കുന്ന് ഹൈടെക് അംഗനവാടിയിൽ രാവിലെ 10:30 തെരഞ്ഞെടുപ്പ് യോഗം വിളിച്ചത്. UDF അനുഭാവികൾക്കാണ് 10 മിനിറ്റ് വൈകിയെന്ന പേരിൽ പ്രവേശനം നിഷേധിച്ചത്. ഒപ്പമെത്തിയ LDF അനുഭാവികളെ ഹാളിൽ ഇരുത്തുകയും ചെയ്തു. ഉദ്യോഗസ്ഥ മോശമായി പെരുമാറിയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. നേരത്തെ വന്നിരുന്നു, 10:30 മണിയായപ്പോഴേക്ക് ഇവിടെ എത്തിയിരുന്നു. ഞാനൊക്കെ കയറി ഉള്ളിലിരുന്നു. പിന്നെ അപ്പോഴാണ് ഈ ഒപ്പിടാനും ഇതിനൊക്കെ വിളിച്ചത്. അതിൽ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ ഒരാൾക്ക് പകരമാണ് വന്നത് പറഞ്ഞപ്പോൾ എന്നോട് ചെയ്യണ്ട, ഇവിടെ ഇരുന്നാൽ മതി, നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നും പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് ഇവർ വന്ന് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളിതിൽ വന്നു ഒപ്പിട്ട് പോയിക്കോളാം എന്നുള്ളത് പറയാൻ വേണ്ടി വന്നതാണ്. അതിൽ അവർ സമ്മതിച്ചില്ല, ഇറങ്ങിപ്പോവാനാണ് പറഞ്ഞത്. സംഘർഷ സാധ്യത അറിഞ്ഞ് നഗരസഭയിൽ കുടുംബശ്രീ മൊത്തം തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി. പുറത്തു നിർത്തിയവരെ ഒടുവിൽ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അപ്പോഴേക്കും 11-അംഗ സമിതിയിലേക്ക് പകുതിയിലധികം പേരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. ഹാളിൽ പ്രവേശിച്ചവർക്ക് തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം നൽകി. ഇലക്ഷന് വേണ്ടി തയ്യാറായി വന്നു 10:30 എന്നുള്ള സമയത്ത് കയറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം സ്ത്രീകൾ, വീട്ടമ്മമാരാണ്. പലവിധമായ കാര്യങ്ങൾ വീടുകളിൽ ഒതുക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞാനിന്ന് വന്നത്, എനിക്ക് വടപുറത്ത് വേറൊരു ഇതുണ്ടായിരുന്നു, കുർബാന മീറ്റിങ്ങിലും ഉണ്ടായിരുന്നത്, ആനുവലായിട്ട് വരുന്ന കാര്യമാണ്. അതിലെനിക്കൊരു പങ്കാളിത്തം ഉള്ളത് കാരണം പോയി അത് 3:15 തീർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ആളെ വിളിച്ച് വരുത്തി വണ്ടി എടുത്തിട്ടാണ് വന്നത്. 2 പിഞ്ച് മക്കളെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഓട്ടോ വിളിച്ച് വന്നവരുണ്ട്. ജോലിക്ക് പോയതിൽ നിന്നും അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വന്നവരുണ്ട്. 10:39 ആയപ്പോൾ അവരിവിടെ എത്തി, തെളിവുണ്ട്, ഫോണിനകത്ത് അവർ വിളിച്ച സമയമുണ്ട് ഉള്ളിൽ കയറാൻ. ആ സമയത്ത് അവരോട് ക്ലോസ് ചെയ്തു. ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് എല്ലാവരുടെയും അവകാശമാണ് ഇലക്ഷനിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളങ്ങനെ തീരുമാനിച്ചില്ലായിരുന്നു ഇതിൻ്റെ മുമ്പോട്ട് വരണം എന്നോ, കൂട്ടത്തിൽ കൂടെ എല്ലാവരും കൂടെ അയൽക്കൂട്ടമായിട്ട് പോകണം എന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഉള്ളുകളികൾ അറിയുമ്പോൾ നമുക്കും പലതും പ്രവർത്തിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞത് ഞങ്ങളെ കയറ്റുന്നില്ല എന്നുള്ളത്. അവർ അകത്തുനിന്ന് പൂട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്കൊരു തീരുമാനം പോലെ എന്നാൽ ഞങ്ങൾ ആളുകൾ വന്നിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്നത് വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയത്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ആൾ വന്നതിന് ശേഷം തുറന്നു തന്നു, കുഴപ്പമൊന്നുമില്ലാണ്ട്. അവർ തിരഞ്ഞെടുത്തതിൻ്റെ ബാക്കി പാനൽ തന്നെ ഞങ്ങൾ കയറിയതിന് ശേഷം ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങളത് ആദ്യം മുതൽ ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരെത്ര വരെ ചെയ്തു വെച്ചോ അതിൻ്റെ ബാക്കി മാത്രം. എൻ്റെ അയൽക്കൂട്ടത്തിൽ നിന്നും 4 മെമ്പേഴ്സ് വന്ന് ഇവിടെ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം മുട്ടി വിളിച്ച് ചെല്ലാൻ കാരണം ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ നിന്ന് ആരും വന്നില്ല എന്ന് രേഖപ്പെടുത്തിയാൽ ലോണിന് വരെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു റിമാക്സ് ആയിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതൊരു ബുദ്ധിമുട്ട്, ആവശ്യത്തിന് ചെല്ലുമ്പോൾ നിങ്ങൾ സമയത്തിന് വന്നില്ലല്ലോ എന്നല്ലേ പറയുള്ളൂ. അത് പറയാനും വേണ്ടിയാണ് ഞാൻ ചെന്നത്. അത്രയും മതിയായിരുന്നു, ഞങ്ങളെ കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, സമയത്തിന് നിങ്ങൾ വന്നില്ല എങ്കിൽ നിങ്ങൾ എഴുതി വെക്ക്, ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് എഴുതി വെക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകുന്നതിനേയും ഞങ്ങൾക്ക് അതിനുള്ളിൽ കയറണം എന്നൊരു നിർബന്ധമില്ലായിരുന്നു. കാരണം ഒരുപാട് ജോലികളിൽ ഇട്ടിട്ട് വരുന്നവർക്ക് ഞങ്ങൾക്ക് തിരിച്ച് അത്രയും പെട്ടെന്ന് വീട്ടിലിട്ട് തന്നെ ആഗ്രഹമുള്ളൂ. ആ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്, അത് മനസ്സിലാക്കണം. ഈ സ്ത്രീ അയൽക്കൂട്ടം എന്ന് പറയുന്നത്, സ്ത്രീ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് ജോലികൾക്കുള്ളിൽ നിന്ന് വരുന്ന, പുറത്ത് ജോലിക്ക് പോകുന്നവരല്ല. അതാണ് ഇവർ പറയുന്നത്, അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾക്ക് പണിയൊന്നുമില്ലല്ലോ. പുറത്ത് ജോലികൾക്ക് പോകുന്നില്ലെങ്കിലും അതിൻ്റെ ഇരട്ടി ജോലി വീടുകളിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. ഇന്ന് വന്നതിൽ ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരാളെ ശുശ്രൂഷിച്ച് എല്ലാം ചെയ്ത് വന്നതാണ് ഈ പെൺകുട്ടി വന്നിരിക്കുന്നത്. അവളുടെ അമ്മായച്ചൻ കിടപ്പാണ്, നട്ടലിന് വീണിട്ട് ക്ഷതം പറ്റിയിട്ട്. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും, അവൾക്കൊരു മോളുണ്ട്, സ്ക്രൈബാണ്. ആ കുട്ടിയെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ 5 മിനിറ്റ് വൈകി 10 മിനിറ്റ് വൈകി എന്നൊക്കെ ഇരിക്കും. എ+ വിഷൻ നിലമ്പൂർ. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.